ഹലോ വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 2025 ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ആണ് എടുക്കാൻ പോകുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ്. 20 മാർക്കിനാണ് 10th ലെവൽ തൊട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും വരുന്നത്. 20, 15 തുടങ്ങിയിട്ടുള്ള മാർക്കുകൾ വരാറുണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ടോപ്പിക് വൈസിനോടൊപ്പം തന്നെ പഠിച്ചു പോകേണ്ടതാണ് മന്ത്ലി കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമുക്ക് ഇന്നൊരു 10 ചോദ്യം പഠിക്കാം. ഇതിലൊന്നും വിട്ടുകളയാനായിട്ടില്ല, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. 2023-24 വർഷത്തിലൊക്കെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്നതായിരുന്നു പരീക്ഷകളിൽ. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആദിവാസി ഫെസ്റ്റിവലായ നാഗോബ ജദാര നടക്കുന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആദിവാസി ഫെസ്റ്റിവലാണ് നാഗോബ ജദാര. ആ പേര് ശ്രദ്ധിക്കുക. അത് എവിടെയാണ് നടക്കുന്നത്? തെലങ്കാനയിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? സുനിത വില്യംസ് ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ്. തേർഡ് ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ സുധാംശു ശുക്ലയാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ സുധാംശു ശുക്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ, 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ആദ്യത്തെ സ്വർണം നേടിയത് സുഫ്ന ജാസ്മിൻ ആണ്. ശ്രദ്ധിക്കുക, സുഫ്ന ജാസ്മിൻ ആണ് 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ആദ്യ സ്വർണം നേടിയത്. വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ് കേട്ടോ ആളുടെ ഐറ്റം. അപ്പോൾ അതും ശ്രദ്ധിക്കണേ. ചിലപ്പോൾ സുഫ്ന ജാസ്മിൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിൽ ആദ്യത്തെ സ്വർണം നേടിയത് സുഫ്ന ജാസ്മിൻ, വെയ്റ്റ് ലിഫ്റ്റിംഗ്. ശ്രദ്ധിക്കണേ. അടുത്ത ചോദ്യം, റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുക്കുന്ന കേരളത്തിലെ ആദിവാസി രാജാവ് ആരാണ്? 2025 റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുക്കുന്ന കേരളത്തിലെ ആദിവാസി രാജാവ് രാമൻ രാജമണ്ണാനായിരുന്നു. ഓക്കെ, രാമൻ രാജമണ്ണാൻ. ശ്രദ്ധിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 38ാമത് ദേശീയ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാക വഹിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. PS ജീന. അപ്പോൾ പതാകവാഹകര്, ഹോസ്റ്റിംഗ് സ്റ്റേജ് ഉദ്ഘാടന ചടങ്ങ്, അതുപോലെ തന്നെ സമാപന ചടങ്ങ്, അതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങ് ശ്രദ്ധിക്കുക. കേരളത്തിന്റെ പതാക വഹിക്കുന്നത് PS ജീനയാണ്. PS ജീന ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാസ്കറ്റ് ബോൾ ആണ്. അപ്പോൾ ബാസ്കറ്റ് ബോളിന്റെ ക്യാപ്റ്റനും കൂടിയാണെന്ന് ഓർത്തിരിക്കുക, PS ജീന കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രന്റെ മണ്ണിൽ നിന്നും സിലിക്കൺ കാർബൈഡ് വേർതിരിച്ചത് IIT മദ്രാസ് ആണ്. ഈ IIT-കളൊക്കെ പ്രധാനമായിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പ്രിലിംസുകളൊക്കെ ആകുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളൊരു ഏരിയ നമുക്ക് എടുത്ത് പഠിക്കാൻ തന്നെയുണ്ട്. സെക്രട്ടേറിയറ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ IIT മദ്രാസ്, IIT ഗുവാഹത്തി എന്നൊക്കെ പറഞ്ഞിട്ട് IIT-കളെ കുറിച്ചൊക്കെ അത്യാവശ്യം പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ അതൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. ചന്ദ്രൻ്റെ മണ്ണിൽ നിന്നും സിലിക്കൺ കാർബൈഡ് വേർതിരിച്ചത് IIT മദ്രാസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ്. ഗ്രീൻ ദ ഗ്യാപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അമരാവതിയിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ്? അമരാവതിയിലാണ്. ദെൻ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചാറ്റ് GPT വെല്ലുവിളിയാകുന്ന ചൈനീസ് കമ്പനിയാണ് ഡീപ് സീക്ക്. ഓക്കെ, അപ്പോൾ ചാറ്റ് GPT വെല്ലുവിളിയായിട്ട് തീർന്നേക്കാവുന്ന ഒരു ചൈനീസ് കമ്പനിയാണ് ഡീപ് സീക്ക്. ടെക്നോളജി രംഗത്ത് നിന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 10 ചോദ്യങ്ങൾ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു ചോദ്യം ഒഴിവാക്കാനില്ല. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്